ബെത്സയിദ കൊളക്കരയിൽ 38 വർഷം തളർന്നു കിടന്ന തളർവാത രോഗിയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ദേവാലയത്തിൽ വെച്ച് യേശു അവനെ കണ്ടുമുട്ടിയപ്പോൾ ഈശോ അവനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. എന്നിട്ട് അടുത്തത് എന്താ കർത്താവ് പറയുന്നത്? പഴയ പാപത്തിന് മോചനത്തിനായി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ വീട്ടിൻ്റെ പ്രാർത്ഥന മുറിയിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ ആരുമില്ലാതിരിക്കുമ്പോഴും ആ അന്ധകാരം നിറഞ്ഞ അന്തരീക്ഷത്തിലെ നീ മുട്ടുമടക്കി ജപമാല കൈകളിലെടുത്ത് പാപത്തിനെതിരെ അടിക്കുന്ന ആയുധമെടുത്ത് നീ അടിക്കണം, കൈവിരിക്കണം. പഴയ പാപത്തിൻ്റെ മോചനത്തിന് വേണ്ടിയും പുതിയ പാപം നിന്നെ സമീപിക്കാതിരിക്കാനും അവൻ തീപ്പൊള്ളലേക്കുന്നത് പോലെ ഏറ്റോടാനും വേണ്ടി പ്രഭാഷകനിലൂടെ കർത്താവ് പറയാണ്, നീ പ്രാർത്ഥിക്കുക. കരസ്മാറ്റിക് ധ്യാനം കൂടിയതിന് ശേഷം എത്രയോ ധ്യാനങ്ങൾ കൂടിയതാ. എന്തേ ഇന്നും കർത്താവിൻ്റെ സ്വപ്നത്തിനൊത്ത് പുരോഗതി പ്രാപിക്കാത്തത്? കർത്താവിനെ സ്നേഹിച്ചവരാരും ഇന്ന് വരെയും, വിശ്വസത പുലർത്തിയവരാരും ഇന്ന് വരെയും, കർത്താവിൻ്റെ പിന്നാലെ പോയവരാരും ഇന്ന് വരെയും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ബ്ലേഡ് പലിശയ്ക്ക് പൈസ എടുക്കേണ്ടി വന്നിട്ടില്ല. കർത്താവിൻ്റെ പിറകെ പോയിട്ടും ബ്ലേഡ് പലിശയ്ക്ക് പൈസ എടുക്കുന്നുവെങ്കിൽ അവൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ കർത്താവിൻ്റെ പിറകെയാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. സർപ്പത്തിൽ എന്നതുപോലെ പാപത്തിൽ നിന്നും ഓടി അകലുക. ശത്രു ആയുധവുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാലം മുറിക്കണം. പാലം മുറിക്കുക ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. നമുക്കൊരു നദി കടന്ന് അപ്പുറത്തോട്ട്, തോട് കടന്ന് അപ്പുറത്തോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. ആ തോടിൻ്റെ കുറുകെ ഒരു തടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അപ്പുറത്തെത്തിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പുറത്തോട്ട് വരണം എന്ന ആഗ്രഹമില്ല, നിങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ടെൻഡൻസിയാണ് ഇപ്പുറത്തേക്ക് വരണമെന്ന്. ഭയങ്കര ടെൻഡൻസിയാണ്, പ്രലോഭനമാണ് ഇപ്പുറത്ത് വരണം. പക്ഷെ എന്നാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുണ്ടെന്ന് കഴിക്കുമ്പോൾ അപ്പുറത്തിറങ്ങിയിട്ട് നമ്മൾ ആ തടി അങ്ങ് വലിച്ച് വെള്ളത്തിലേക്ക് കളഞ്ഞേക്കണം. പിന്നെ വരാൻ ആഗ്രഹിച്ചാലും തടി ഇല്ലാത്തതുകൊണ്ട്, കുറുകെ തടി ഇല്ലാത്തത് കൊണ്ട് വരാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കൂട്ടുകെട്ടാകുന്ന പാലം മുറിക്കണം. അത് മുറിക്കാത്തിടത്തോളം കാലം അവർ നിന്നെ വിഴുങ്ങും, അവരിലൂടെ വിഴുങ്ങും. നിനക്ക് ആഗ്രഹം കാണില്ല, നിനക്ക് ഈശോയെ വിട്ടുപിരിയാൻ ഇഷ്ടമില്ല, നിനക്ക് ചില ബന്ധങ്ങൾ, നിനക്ക് ഈശോയെ പിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നിനക്കറിയാം. പക്ഷേ നിനക്ക് ആഗ്രഹിച്ചില്ല എങ്കിൽ പോലും അവര് നിന്നെ ട്രാപ്പിലാക്കും. ഒത്തിരി വില കൊടുക്കേണ്ടി വരും. നിങ്ങൾ ആഗ്രഹിച്ചാലും ഒച്ചു പറ്റുന്നത് പോലെ അത് പറ്റും പിറകെ നടന്ന്. നിങ്ങൾ ശ്രമിച്ചാലും, നിങ്ങൾ നിരന്തരമുള്ളൊരു ശ്രമം നടന്നില്ലെങ്കിൽ, ഒരു കൂട്ടുകെട്ട് ഉപേക്ഷിക്കുമ്പോൾ മറ്റൊരു കൂട്ടുകെട്ട് കൂടിയിരിക്കണം. ഒറ്റയ്ക്ക് ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. ലോകത്തിൻ്റെ കൂട്ടുകെട്ട് നിങ്ങൾ ഈശോയെ പ്രതി ഉപേക്ഷിക്കുമ്പോൾ ഈശോയുടെ കുറേ കൂട്ടുകെട്ട് നിനക്ക് തരും. അത് നിന്നെ നാശത്തിലേക്ക് എത്തിക്കുന്നതല്ല, അത് നിന്നെ രക്ഷയിലേക്ക് എത്തിക്കുന്ന മാർഗമായി തീരും. അങ്ങനെ ഞാൻ ഉപേക്ഷിച്ചു. നിരന്തരം കളിയാക്കലും. ഏതാണ്ട് 9 വർഷ കാലഘട്ടത്തോളം പ്രാർത്ഥനാക്കാരൻ, വിശുദ്ധൻ വരുന്നു, കപടനാട്യക്കാരൻ വരുന്നു, ഞങ്ങൾക്കറിയാം നീ ആരാണെന്ന്, ഞങ്ങളുടെ കൂടെ നീ മദ്യവെച്ചതല്ലേ, ഞങ്ങളുടെ കൂടെ പണം മാറിയിട്ട് ചൂത് കളിച്ചതല്ലേ, നിന്റെ സ്വഭാവം ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ് നിരന്തരം ഇങ്ങനെ ഈ പുറന്തോട് പൊളിക്കുന്നത് പോലെ ആകുമ്പം സക്രാരിയുടെ മുമ്പിൽ പോയി കരയും. അന്നൊന്നും ഈ പരിസരത്തെങ്ങും ദിവ്യകാരുണ്യ ആരാധനയില്ല, ആരാധന മഠം മാത്രമാണ് അന്ന് ആശ്രയം. അവിടെ ബെഞ്ചിൻ്റെ ബാക്കിൽ പോയി മണിക്കൂർ കണക്കിന് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കും, ചിലപ്പോൾ ഉറങ്ങും. ആ കൂട്ടത്തിൽ ജീസസ് യൂത്ത് എന്ന കൂട്ടുകെട്ടിലൂടെ കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അൾത്താരയിൽ നിന്ന് പറയാണ്, നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ വീട്ടിൽപ്പെട്ടവർ പോലും അറിയുന്നത് ഞാൻ വചനം പ്രസംഗിക്കുമെന്ന്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വചനം പ്രഘോഷിക്കുന്ന കാര്യം, ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പരിസരത്തും എൻ്റെ ചുറ്റുപാടും ഉള്ളവർക്കൊക്കെ ഞാൻ പ്രാർത്ഥനാക്കാരനാണ് എന്ന് പറഞ്ഞ് കളിയാക്കാൻ മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ.
കളിയാക്കിയവരെല്ലാം പിന്നീട് മുമ്പിൽ വന്നിരുന്ന് കരയാൻ ദൈവം ഒരു ദിവസം ഒരുക്കി. അതുകൊണ്ട് നീ നിന്റെ കുടുംബജീവിതം തിരിച്ചു വേണം. നിന്റെ കുടുംബജീവിതത്തെ ഉന്മൂലനം ചെയ്യുന്ന നിന്റെ മദ്യാസക്തിയുടെ കൂട്ടുകെട്ടിൻ്റെ പാലം മുറിക്കണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം? നീ കർത്താവിൻ്റെ കാലിൽ കെട്ടിപ്പിടിക്കണം. കുടുംബജീവിതത്തിൻ്റെ മാധുര്യം തിരിച്ചു വരുന്ന സ്കൂൾ വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്ക് നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കണോ? നിങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണോ? നിങ്ങളുടെ ചിന്തകളെ നിർമ്മലമായി സൂക്ഷിക്കണോ? വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനസ്സിനെ ഹരാസ്മെൻറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ചില ചീഞ്ഞളിഞ്ഞ ഇൻസ്റ്റഗ്രാം തൊഴിലാളികളെയും ഫേസ്ബുക്ക് തൊഴിലാളികളെയും സോഷ്യൽ മീഡിയ ബിസിനസ്സുകാരെയെല്ലാം നീ പാലം മുറിക്കണം. കുറച്ച് നാൾ നിൻ്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണം. കുറച്ച് കാലം പാപത്തിലേക്ക് നയിക്കുന്ന ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ ആ പാലം മുറിക്കണം. കുറച്ച് നാൾ നീ ചില ഗെയിമുകൾ, ചില സൈറ്റുകളാണെങ്കിൽ നീ അത് അൺഇൻസ്റ്റാൾ ചെയ്യണം. കുറച്ച് നാൾ നിൻ്റെ കയ്യിൽ ഒറ്റയ്ക്ക് മൊബൈൽ ഇരിക്കുമ്പോൾ പാപത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിയാൽ അമ്മേനെ കുറച്ച് നാൾ ഏൽപ്പിക്കണം. കാര്യം പറയണ്ട. കുറച്ച് നാൾ ചില കൂട്ടുകെട്ടുകൾ മാറി കുറേ നാൾ ആരാധനയും പ്രാർത്ഥനയും ധ്യാനവുമായിട്ട് പോകണം. നീ ഒരു പുതിയ മനുഷ്യനായി കാണുമ്പോൾ നിന്റെ കൂട്ടുകാർക്ക് തോന്നും, എന്താണെന്നറിയോ, എനിക്കും ഒന്ന് മാറണം. അവരെ മാറ്റാൻ വേണ്ടി നീ ആദ്യം ശ്രമിക്കരുത്. അപ്പം നീ മാറ്റാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക, ഇന്ന ധ്യാനം ഒന്ന് കൂടുക. ഏതൊരു മനുഷ്യനും ഒരു പരിധിയുണ്ട്. പരിധി കഴിഞ്ഞാൽ എന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല. ചില ജീവിതങ്ങളെ കർത്താവ് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എത്ര സഹിച്ചിട്ടും നിന്നൂടെ നിർത്തുന്ന എന്താണെന്നറിയാമോ? നീ ജീവിതത്തിൽ തനിച്ചായി പോകരുതെന്ന് കർത്താവ് കണ്ടിട്ടാ. നീ തനിച്ചായി പോയാൽ നീ അനുഭവിക്കാനിരിക്കുന്ന ദുരന്തം കർത്താവിന് അറിയാമെന്ന്. പക്ഷെ നിന്റെ ജീവിതത്തിൽ നിന്നെ പിശാച് ഇങ്ങനെ അടക്കി ഭരിച്ച് സ്പിരിറ്റ് ഇങ്ങനെ നശിപ്പിക്കുന്നത് കൊണ്ട് ആ വ്യക്തിയുടെ മനോഭാവമോ ആ വ്യക്തിയുടെ ഹൃദയവേദനയോ ആ വ്യക്തിയുടെ സഹനമോ കാണാനോ കേൾക്കാനോ ഉള്ള മനസാക്ഷി പോലും നിനക്ക് കാണത്തില്ല. മരവിച്ചിരിക്കുകയായിരിക്കും. 10 വർഷം കോടീശ്വരിയായ ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി, വിദ്യാസമ്പന്നയായ ഒരു പെൺകുട്ടി, ഒരേ ഒരു മകൾ അപ്പനും അമ്മയ്ക്കും. ഒരേ ഒരു മകൾ, 10 വർഷം ഈ മനുഷ്യൻ ഈ മകളെ ഒന്ന് തൊടാൻ പോലും നോക്കത്തില്ല. ഭക്ഷണം വെച്ചു കൊടുക്കാനൊരു വേലക്കാരി, ഒരു നല്ല വാക്ക് പറയത്തില്ല. നിരന്തരം മൃഗീയമായ വാക്കുകൾ ഉപയോഗിച്ച് വേദനിപ്പിക്കും. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ 10 വർഷം സഹിച്ചു. കണ്ണുനീരും വിലാപങ്ങളും. മനസ്സിൻ്റെ താളം തെറ്റി. 10ാമത്തെ വർഷം ഈ സഹോദരി പടിയിറങ്ങി. മനസ്സിൻ്റെ താളം തെറ്റി. ഒടുവിൽ അവൻ വിദേശത്ത് നിന്ന് വന്ന് അവളുടെ കാലുവരെ പിടിച്ചു. സോറി ചേട്ടാ, ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റുന്നില്ല. പിരിഞ്ഞു. 10 വർഷം അവൻ്റെ മേൽ കർത്താവ് കാണിച്ച കരുണയാത്. 10 ദിവസം ചിലപ്പോൾ ചില വ്യക്തികളിലൂടെ നിന്നോട് കരുണ കാണിച്ചെന്ന് വരും ദൈവം. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. ഓരോ സെക്കൻഡും ഇനി നിനക്ക് വിലയുള്ളതാണ്. ജീവിതത്തിൽ തനിച്ചായിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നടക്കാൻ ശേഷിയില്ലാത്ത സമയത്ത്, ഇച്ചിരി വെള്ളം എടുത്തു തരാൻ പറ്റാത്ത ആളില്ലാത്ത സമയത്ത്, നീ പറഞ്ഞ വാക്കുകൾ, നീ ചെയ്ത പ്രവൃത്തികൾ, നീ കരയും. പക്ഷേ അത് പരിഹരിക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. കൊടുത്ത വേദനകൾക്കും ഏൽപ്പിച്ച മുറിവുകൾക്കും തെറ്റുപറ്റിപ്പോയെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? മരണം വരെ ഇടം വലം വ്യതിചലിക്കാതെ ഭാര്യയെ ചേർത്ത് പിടിക്കണം, ഭർത്താവിനെ ചേർത്ത് പിടിക്കണം. നമ്മൾ അറിയാതെ പാവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, സർപ്പത്തിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ അവിടെ നിന്ന് ഓടുന്ന ഓട്ടം എവിടെയാണ് അവസാനിക്കേണ്ടത്? കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക്, പരിശുദ്ധ അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക്. സർപ്പത്തിൽ നിന്ന് ഓടുന്നത് എങ്ങോട്ടാ ഓടേണ്ടതെന്ന് ചോദിച്ചാൽ കർത്താവിലേക്കാണ് ഓടേണ്ടത്, മനുഷ്യന്റെ അരികിലേക്കല്ല. അല്ലെങ്കിൽ അവൻ ഓടും നമ്മളെക്കാൾ സ്പീഡ് കൂടുതലാണ്. അവൻ്റെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ മാക്സിമം ശക്തി ഉപയോഗിച്ച് ഓടേണ്ടത് കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലോ പരിശുദ്ധ അമ്മയുടെ കാൽച്ചുവട്ടിലോ കാൽവരി കുരിശിൻ്റെ ചുവട്ടിലേക്ക് വേണം ഓടാൻ.